ഔട്ടറിന്റെ അവിടെ ചെറിയ അടയാളം കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. ഇത് അതിന്റെ എക്സോസ്റ്റിന്റെ അവിടെ വരുന്നല്ലേ? ഇത് എക്സോസ്റ്റ് മാനിഫോൾഡ് ടർബോ. കാല് കൊടുത്ത പറക്കും. ഞാൻ പറഞ്ഞില്ലേ അവള് കണ്ടുപിടിക്കത്തില്ലെന്ന്. കണ്ടുപിടിക്കൂല. കഴിഞ്ഞ വീഡിയോയില് ലാസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ, നമ്മൾ വണ്ടി എടുത്തോണ്ട് വരുന്ന വഴിക്ക് ചെറിയൊരു പണി കിട്ടി. നമ്മുടെ പോളോയുടെ റേഡിയേറ്റർ ഫാൻ വർക്ക് ആവാതെ കൂളൻ്റൊക്കെ ലീക്കായി അവിടെ നിന്നൊക്കെ വെള്ളം എക്സോസ്റ്റൊക്കെ ഇറങ്ങി പുകയും കാര്യങ്ങളൊക്കെ അടിച്ച് ഭയങ്കര സീനായി പോയിട്ടാ. അപ്പോൾ വണ്ടി അങ്ങനെ കൊട്ടിയത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റി ഇട്ടേക്കാണ്. അപ്പോൾ ഇന്നലെ രാത്രി കുറേ നേരം നോക്കി, വണ്ടി റെഡി ആയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന വർക്ക്ഷോപ്പിലെ ഓണർ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് പുള്ളി യൂസ് ചെയ്യുന്ന ബുള്ളറ്റും കൂടെ തന്നു വിട്ടു കേട്ടോ. അങ്ങനെ ഒരു നല്ല മനസ്സ് കാണിച്ചു. അങ്ങനെ സാധാരണ അങ്ങനെ ആരും ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കണം പുള്ളി യൂസ് ചെയ്യുന്ന ബൈക്ക് നമുക്ക് തന്നപ്പോൾ അതിലാണ് ഞാൻ ഇന്നലെ വീടെത്തിയത്. അപ്പം ഇന്നും റെഡി ആവുമെന്നാണ് അറിയത്തില്ല. അവിടുത്തെ നമ്പർ എൻ്റെ ഞാൻ സേവ് ചെയ്ത് ഇട്ടത്, അവിടുത്തെ ആ ഷോറൂം വർക്ക്ഷോപ്പിലെ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് ഇട്ടത് എൻ്റെ കയ്യിൽ നിന്ന് മിസ് ആയിപ്പോയി. വർക്ക്ഷോപ്പിലെ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടത് അത് മിസ്സായിപ്പോയി. അപ്പോൾ എന്തായാലും രാവിലെ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി നോക്കണം. നമ്മളെ കാറിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയണം കേട്ടോ. എന്തായാലും നല്ലൊരു പണിയാവുമെന്നാണ് തോന്നണം. നല്ലൊരു എമൗണ്ട് വിൽക്കാൻ പൊട്ടൊരുങ്ങി കേട്ടോ. ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ പൈസ പൊട്ടിയിരിക്കുകയാണ്. ഇനി ഇതും കൂടെ ആവാൻ നേരത്ത് കഥം. ഞാൻ എൻ്റെ സർവീസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, പോളൊക്കെ അത്രയ്ക്ക് വലിയ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊന്നും ആവുന്നില്ല, തുച്ഛമായ പൈസ എന്നൊക്കെ അതൊക്കെ പറഞ്ഞത് ഇതായി പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ അടുത്ത പണി വന്നിട്ടുണ്ട്. ഇതിലിനി ഇവിടെയാണ് നമ്മൾ പോളയുടെയൊക്കെ ജർമ്മൻ വണ്ടിയുടെയൊക്കെ അവിടെ സ്പെയറിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് പോകാം. എത്രത്തോളം വലിയ വർക്കാണെന്ന് അറിയത്തില്ല, ഫീസും കാര്യങ്ങളൊക്കെ പോയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ ഒരുപാട് ഫീസൊക്കെ ഇളക്കി നോക്കി, അപ്പോൾ അതിലൊന്നും ശരിയായിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്ന് പോയി നോക്കാം. ഓക്കെ, ഒന്ന് അങ്ങോട്ട് പോവാം. ഗായത്രിക്ക് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. ഗായത്രി കാറിന്ന് റെഡി ആവുമായിരിക്കും അല്ലേ? കിണിച്ചോണ്ടിരിക്കണം, വിഷമിച്ചിരിക്കണം പറഞ്ഞപ്പോൾ. മുഖവും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് പോവാം. അതിനായിട്ട് നമ്മൾ ആ മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷ്, സാധനം തീർന്ന ഗായത്രി ആ ഫേസ് വാഷ് എവിടെയാടി? ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇത് തീർന്നല്ലോ സാധനം. ഇതില്ല സാധനം. നീ പറയാത്തെന്താ തീർന്നിട്ട്? എടീ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെൻസിന് യൂസ് ചെയ്യാനുള്ള സാധനം മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷ്. ഞാൻ കുറെ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതന്നെ എനിക്ക് വേണമായിരുന്നു. പക്ഷെ ഇതൊന്ന് ഓർഡർ ചെയ്യാനുള്ളായിരുന്നല്ലോ. ഇത് പറയാത്തെന്താ? ഈ മൂസ്റ്റാക്കിന്റെ ഫേസ് വാഷിന്റെ ഗുണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാവോ? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി. എൻ്റെ ട്രാവൽ സമയത്തൊക്കെ ഇത് പോക്കറ്റിൻ്റെ അകത്ത് ഉള്ളിൽ കയറാൻ പറ്റുന്ന കുഞ്ഞ ഐറ്റം കൂടെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ റെഡിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് ആണ് ഈ ഒരു മൂസ്റ്റാക്കിന്റെ ഓസിയം ഫേസ് വാഷ്. ഈ ഫേസ് വാഷിന്റെ അകത്ത് സാരി സിൽക്ക് ആസിഡ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ആക്നി പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസും വളരെ കുറവായിരിക്കും. 24 മണിക്കൂർ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇടക്കിയിടും. അപ്പം ആ ഒരു ടാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാൻ വളരെ സിമ്പിൾ. 2 ഡ്രോപ്പ് കയ്യിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്താൽ അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഫേസ് ആഫ്റ്റർ ബിഫോർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് സ്പോട്ടിൽ തന്നെ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. അതിന് ഈ ഒരു ഫേസ് വാഷിൽ ലൈക്കോറൈസ് എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് ഇതുവഴി കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി നോക്കി 5 ലക്ഷത്തിലധികം പോസിറ്റീവ് റിവ്യൂ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വാഷ് നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. 2 വാങ്ങാൻ നേരത്ത് ഒരെണ്ണത്തിന് വരെ 125 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലാഭത്തിന് നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് അവിടുന്ന് കൊണ്ടുവന്ന ബുള്ളറ്റ് കേട്ടോ. നമ്മളെ വർക്ക്ഷോപ്പിൽ ചേട്ടൻ തന്ന ബുള്ളറ്റാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പോയിട്ട് നമ്മളെ പോളയുടെ സംഭവം എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ പോയാലോ? പിന്നെ ഹെൽമെറ്റും കൂടെ ഇപ്പോഴാണ് തന്നു കേട്ടോ. അപ്പോൾ ഇത് കൊണ്ട് തിരിച്ചു കൊടുക്കണമല്ലോ. ഷോപ്പിൽ വന്നതേ ഉള്ളു. വന്നപ്പോഴാ ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനലാ. ചേട്ടൻ പറഞ്ഞത് ആ വണ്ടി ഫുള്ള് റെഡിയായി കിടക്കുകയായിരുന്നു. ഉള്ളതാണോ? സ്റ്റാർട്ടാക്കി നോക്കിയില്ല. ഏറ്റവും വലിയ കിളി മാറി കേട്ടാ. അതായത് ഞാൻ വിചാരിച്ചു വെച്ചാൽ നല്ല പണിയാവും. എന്തായാലും പ്രശ്നം എന്തായിരുന്നു കേട്ടോ? ഫീസ് തന്നെ ആയിരുന്നല്ലേ? ഫീസായിരുന്നു കംപ്ലൈൻറ്റ്. എന്താ ഇപ്പോഴാണ് മുഖത്തൊക്കെ ഒരു വെട്ടമൊക്കെ വന്നു കേട്ടാ. നോക്കാം, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫോനെ അപ്പം ഒരുപാട് പേടിച്ചിട്ടാണ് രാവിലെ ഇവിടുന്ന് കൊട്ടിമല പോയത് കേട്ടോ. സംഭവം നിസ്സാരമായൊരു ഫീസ് പോയതാണ്. പക്ഷെ അത് മതി, ആ ഫീസ് മതി. വണ്ടിയുടെ റേഡിയേറ്റർ വർക്കാവാതെ ഇന്നലെ അതിൽ നിന്ന് പുകയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ചങ്കിന്നാണ് പുക വന്നത്.
എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടാണ് രാവിലെ ഞാൻ അവിടെ വരെ പോയത്. ആരെയും കൂട്ടിനൊന്നും കൊണ്ടുപോയില്ല. കൂട്ടിന് കൊണ്ടുപോയി എനിക്കറിയാം. ഞാൻ വിചാരിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവേണ്ടി വരും, അലയേണ്ടി വരും, പിന്നെ അവനെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാ, അങ്ങനെ ഒരു ചെറിയൊരു മൈൻഡൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഒറ്റയ്ക്ക് പോയത് കേട്ടോ. എന്ത് വന്നാലും ഒറ്റയ്ക്ക് സഹിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ വീട്ടിൽ ഗായത്രി അടുത്ത് വന്നു. ഗായത്രി വിഷമിച്ചൊക്കെ ഇരുന്നത്. അപ്പം ഇപ്പം 400 രൂപയ്ക്ക് പരിപാടി എല്ലാം കഴിഞ്ഞ് ഫീസ് ഇട്ട് അത് ഇന്നലെ രാത്രി കൊണ്ടുപോയി. പുള്ളി ഇന്നലെ രാത്രി ഒരുപാട് നോക്കി. പുള്ളിയുടെ മോളെ ബർത്ത്ഡേ ആയിട്ട് വരും പുള്ളി നമ്മളെ വണ്ടിയിൽ വന്ന് കുറേ നേരം തപ്പി കിട്ടില്ല. സ്കാൻ ചെയ്ത് നോക്കി. സംഭവം രാവിലെ വന്നപ്പോൾ അതാ വണ്ടി റെഡിയായി കൈ കിട്ടി തോന്നിച്ചപ്പെട്ടല്ലോ. എന്ന് വെച്ചാൽ രാവിലെ വന്നിട്ട് കുറച്ച് നേരം മെനക്കെട്ടാൽ എനിക്ക് ഇത്ര സന്തോഷം വരത്തില്ലായിരുന്നു. ഇതിപ്പോൾ രാവിലെ വന്ന ഉടനെ കീ എടുത്ത് കൈ തന്ന് റെഡിയായി കിടപ്പിന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ടോ. കൊട്ടിയത്ത് പേര് മറന്ന സംഭവം എന്തായാലും മനസ്സിലായി കാണുമല്ലോ. കൊട്ടിയം നമ്മളെ HP പമ്പിന്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇല്ല അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെയാണ് ഈ ഒരു വർക്ക്ഷോപ്പ് വന്നത്. എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഈ ഒരു ഷോയും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി കാണിക്കാം. ഈ ഒരു ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റൊക്കെ വെച്ചത് ഗായത്രി അറിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് കണ്ടുപിടിക്കോ ഇല്ലെന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നില്ല. അറിഞ്ഞാൽ എന്തായാലും അവൾ എന്നെ ചീത്ത വിളിക്കും. അതായത് കുറച്ച് പൈസ ഇപ്പം തന്നെ കടത്തിരിക്കുകയാണ്. ഇതും കൂടെ വച്ചെന്ന് പറഞ്ഞാണ്ടല്ലോ അവളെന്നെ കൊല്ലും. അപ്പോൾ എന്തായാലും പറഞ്ഞു കൊടുക്കുന്നില്ല. വീഡിയോ കണ്ടവൾ മനസ്സിലാക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ എൻ്റെ വീഡിയോ നമ്മൾ കാണത്തില്ല. ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് അവിടെ എടുത്ത് കളയാം. അതുകൊണ്ട് വീഡിയോ നമ്മൾ കാണത്തില്ല. അപ്പോൾ എന്തായാലും കണ്ടുപിടിക്കാമെന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും അത് അവിടെ പോയി നോക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് കസ്റ്റംസിൽ പോയിട്ട് കുറച്ച് സാധനം എടുത്ത് അപ്പുറത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഹാപ്പി മൂഡാണ്. 400 രൂപയ്ക്ക് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് കസ്റ്റംസിൽ പോവാം. അപ്പം നെക്സ്റ്റ് കസ്റ്റംസ് പേരിട്ട് നെക്സ്റ്റ് കസ്റ്റംസ് ഇപ്പം വായിക്കൊള്ളുന്നില്ല. നെക്സ്റ്റ് കസ്റ്റംസ് എന്നൊക്കെ ആയി പോകണം കേട്ടോ. അപ്പം അവിടെ പോയി നമ്മൾ പെയിന്റ് അടിച്ച ഒരു MDയുടെ സീറ്റ് കവളാണ് കേട്ടോ. പിന്നെ നമ്മളെ ഡ്യൂക്കിൻ്റെ സൈഡ് പീസ്, ഇതൊക്കെ വണ്ടിയുടെ തന്നെ കാർബൺ ഫൈബർ ഫോർജറി കാർബൺ ഡിപ്പ് ചെയ്ത പീസ. ഇതൊക്കെ എടുത്തോട്ട് നമ്മുടെ നെക്സ്റ്റ് ഗിയറിലോട്ട് പോവാം. ഇന്നലെ വേറെ സംഭവം പറയാൻ വന്നു. ഇതിൻ്റെ അത് വാണിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പോയി. സംഭവം ഇപ്പോൾ വണ്ടി ഓക്കെ ആയി, പഴയ കണക്ക് തന്നെ ആയി, സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആ സന്തോഷം ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത്. അപ്പം മാറ്റാൻ മറന്നുപോയ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബോഷിൻ്റെ ബ്രേക്ക് പാഡ്, പോളയുടെ ഫ്രണ്ട് 2 ബ്രേക്ക് പാഡ് കേട്ടോ. അപ്പോൾ അത് മാറിയിട്ടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്ത് ഇത് കുറച്ചുകൂടെ റേറ്റോ 1850 രൂപ കേട്ടോ. ആദ്യം എടുത്തത് വേറെ മോഡലാണ്. അത് 2050. ഇത് 1850 രൂപ ഉള്ളൂ. ബോഷിൻ്റെ ചേഞ്ച് ചെയ്ത് മാറിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ബ്രേക്ക് പാഡും കൂടെ ചേഞ്ച് ചെയ്താൽ പരിപാടി ഫുള്ള് കഴിഞ്ഞു. സർവീസും മോഡിഫിക്കേഷനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഇനിയിപ്പം അടുത്ത കമൻറ്റൊക്കെ വരാൻ പോണ അലോയ്സ് ആയിരിക്കും. ഒരുപാട് കമൻറ്റ് വരും. പക്ഷേ അലോയ്സ് എടുക്കണം. എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ വേറെ ലെവലിലൊക്കെ ഞാൻ ചിന്തിച്ച് വെച്ചേക്കണം. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് പണിയാൻ പറ്റത്തില്ലല്ലോ. പയ്യെ ഇനിയിപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് അലോയ്സിലോട്ട് പയ്യെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ വർക്ക്ഷോപ്പ് ചെയ്യിക്കുകയാണ്. ബ്രേക്ക് പാഡ് മാറാനായിട്ട് ഒരു വണ്ടി അകത്തിറക്കണം. അത് മാറിയിട്ട് അകത്തേറ്റ് ബ്രേക്ക് പാഡ് കൂടെ അങ്ങ് ചേഞ്ച് ചെയ്യും. നമ്മളെ ഡിസ്പ്ലേ മാറാതാ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് റൗട്ടറിൻ്റെ അവിടെ ചെറിയ അടയാളം കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അതൊന്ന് ലൈറ്റിൽ കൊടുത്ത് പോളിഷ് ചെയ്ത് ഇട്ടാൽ കുറച്ചും കൂടെ നന്നായിട്ട് കിടക്കും. പക്ഷേ ഇപ്പം ചെയ്യുന്നില്ല. തൽക്കാലം പാഡ് മാത്രം നമുക്ക് മാറാം. പിന്നെ എപ്പോഴെങ്കിലും നോക്കാം കേട്ടോ. ഇതാണ് പാഡിൻ്റെ ചൂടുണ്ടല്ലേ, പാഡിൻ്റെ തിക്നെസ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ പാഡിൻ്റെ തിക്നെസ്. മറ്റേത് കണ്ടില്ലേ, ഇത്രയും തേഞ്ഞ് ചേർന്ന് പോയി. ഇനി ഓടിയാൽ ചിലപ്പം മെറ്റലേറി പിടിക്കും കേട്ടോ, കുറേ കൂടെ ഓടിയാൽ. അപ്പോൾ അതാ ഇത്രയും തിക്നെസ് ഉള്ള പാഡാണ് കേട്ടോ പുതിയത് വരുന്നത്. ഇതിടുമ്പം പൊളിയായിരിക്കും അല്ലേ. ഇതാ ഇന്ന് വന്നപ്പം ഇവിടെ ഒരു BMW വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BMW ഇൻ്റർകൂളറാണ്. ഇത് പുതിയതാണ്. അതിൻ്റെ ചേഞ്ചിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. BMW ഇതാ പൊളിച്ച് വാരി ഇട്ടേക്കണം. അതിൻ്റെ എഞ്ചിൻ റൂം കണ്ടില്ലേ, അതിൻ്റെ വർക്കാണ്. ഓരോ ദിവസം വരുമ്പോൾ ഓരോ സൂപ്പർ കാറൊക്കെയാണ് കേട്ടോ ഇവിടെ വർക്കിൽ ഇട്ടേക്കുന്നത്. കൊള്ളാം. അതിൻ്റെ വർക്ക് ഏതാ? അതിൻ്റെ പഴയതല്ലേ? അതും ഇരിക്കുന്ന പഴയ ഇൻ്റർകൂളർ. ഹൈ സ്പീഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലേ? ഓക്കെ. അങ്ങനെ ചേഞ്ച് ആക്കിയതാണല്ലേ? ഓ, എല്ലാ പരിപാടിയും എടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഓ, ഇത്രയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നോ? ഓക്കെ. ഇത് നമ്മളെ പോപ്പുലർ ഷാഫ്റ്റിന്റെ കപ്ലിംഗ് ബെയറിംഗ്. അത് ഷാഫ്റ്റിന്റെ. ഓക്കെ. ഇത് അതിന്റെ എക്സോസ്റ്റിന്റെ അവിടെ വരുന്നല്ലേ? ഇത് എക്സോസ്റ്റ്, മാനിഫോൾഡ്, ടർബോ. എന്റെ മോനെ വിഷയമായിരിക്കുമല്ലോ. ഇതൊക്കെ കാല് കൊടുത്ത പറക്കും. ഇതെന്ന് തെറ്റിയായിരിക്കും, എന്ന് കഴിയുമായിരിക്കും. ഇതിപ്പോ നാളെ കൊണ്ടൊക്കെ തീരുമല്ലേ? ഇതിപ്പോ ടർബോയുടെ ഇന്റർകൂളിലോട്ട് പോണ കണക്ടറാണ് ഇതെല്ലാം. ഓക്കെ, മാരക വർക്കുകളാണ് കേട്ടോ ഇവിടെ. അതെ, എഞ്ചിന്റെ മൗണ്ടിങ്, എഞ്ചിൻ മൗണ്ടിങ്, ഇത് ഗിയറിന്റെ മൗണ്ടിങ്. ഇത് ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരും സാധനം എല്ലാം കൂടെ? 70,000 രൂപ 70,000 രൂപ ആയിട്ടുണ്ട്. പൊളിക്കും.
എന്തായാലും പറ്റുവാണെങ്കിൽ മറ്റന്നാ വന്നാൽ ചിലപ്പോൾ കാണാമല്ലേ? നോക്കാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പാഡ് എന്താ റിമൂവ് ആക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇതും ഏകദേശം നല്ല രീതിക്ക് തേഞ്ഞ് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. പഴയ കാലിപ്പർ അകത്തോട്ട് തള്ളുന്ന ടൂറാണ്. പക്ഷെ ബോഷിനെക്കാട്ടി നല്ല സാധനങ്ങൾ TVSൻ്റെതും പിന്നെ വേറെ ഏത് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റാണ. റാണ TVSൻ്റെ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബോഷിൻ്റെ ഇട്ടാൽ പൊടി അടിക്കുമെന്ന് പറയാം. അലോയ്സിൽ നല്ല രീതിക്ക് ഓടുന്ന സമയത്ത് പൊടി അടിക്കുമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് അറിയണം. എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞതാണ്. ഇതെന്താ സ്വിച്ചൊക്കെ ഉണ്ടല്ലേ? അത് കത്തും. എൻ്റെ വണ്ടിയിലില്ല. അയ്യോ, അതിപ്പോൾ ചുമ്മാ കൊടുത്തേക്കുന്നതാണോ? അപ്പം ബ്രേക്ക് പാഡ് തീരുന്നതനുസരിച്ച് നമ്മുടെ മീറ്റർ കൺസോളിൽ കാണിക്കുന്ന ഒരു സെൻസറിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ ആണ് കേട്ടോ. പക്ഷെ എൻ്റെ വണ്ടിയിൽ സാധനമല്ല. അപ്പം അതുകൊണ്ട് ഈ സോക്കറ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അതാ വീടെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് ഗായത്രി ഒന്ന് വിളിക്കാം. എന്താണ് കേൾക്കാൻ പോണതെന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ. അവൾ അറിഞ്ഞിട്ടില്ല സംഭവം. ഈ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും എന്ന് വെച്ചാൽ ഒത്തിരി കോസ്റ്റാണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല റേറ്റ് ഉണ്ട് വാങ്ങണമെന്നൊക്കെ. പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്കിപ്പോൾ ലൈവായിട്ട് തന്നെ ആ സംഭവം കേൾക്കാം. അവൾ കണ്ടുപിടിക്കുമെങ്കിൽ കേൾക്കാം. ഗായത്രി, അച്ചുക്കുട്ടി കിടന്ന് വിളിക്കുന്നത് ഗായത്രി ഇത്. ഓടി വാച്ചു, ആ കാറ് കാണാൻ വാ. വെയിലത്തോടന്ന് ഓടുന്നു നോക്കിയാ വേണ്ട. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എങ്ങനെയുണ്ട്? സെറ്റ് തിളങ്ങിയ വണ്ടി. അല്ല, ഫ്രണ്ടിൽ നോക്ക്, നല്ല തിളക്കായിരിക്കും. ഈ ഭാഗത്തൊക്കെ നല്ല തിളക്ക അല്ലേ? ഞെട്ടി ബേക്കിൽ പോയി നോക്കാം. കൊച്ചു കുഴപ്പം, എന്നാലും ബേക്കിൽ പോയി നോക്കാം. കിട്ടിയ സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ അവള് കണ്ടുപിടിക്കത്തില്ലെന്ന്. കണ്ടുപിടിക്കൂല. എന്താ ചെയ്തോ ഫ്രണ്ട് പോയി നോക്കി നീ. ഞാൻ പറഞ്ഞില്ലേ കണ്ടുപിടിച്ചില്ല ആദ്യം. ഇപ്പൊ കാണുന്ന ഈ ചിരിയത് നോക്കണ്ട കേട്ടാ. കുറച്ച് കഴിയുമ്പോ അവള് പറഞ്ഞാ നീ സമ്മതിക്കുവാ ഇതിന്. അച്ഛത്തിരി ചിരിക്കണത് വെയിലത്തിരുന്ന്. സെറ്റായ സംഭവം, സെറ്റായ ഇതിന്. ഓക്കെ ഗായ്സ്, ഇനി വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ കേൾക്കാം. ബാക്കി പിന്നെയാ. എന്താ പറഞ്ഞ ഫ്രീ സത്യം ഫ്രീ ആയിട്ടാണോ ഇത്? ശരിയായിട്ടാണ്. ഫ്രീ ആയിട്ട് തന്നത്. ഞാൻ ഒരു പ്രൊമോഷന്റെ അതിന് ഫ്രീ ആയിട്ട് തന്നത്. 10 രൂപ കൊടുത്താൽ മതി പറഞ്ഞു. 10 രൂപ ഓക്കെ ഗായ്സ്, ഇനി ജീവനുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ക്യാമറയാണ് എൻ്റെ ഇപ്പൊ രക്ഷ. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക, അതാകുമ്പോ ഒന്നും പറയൂല അവള്. ഓക്കെ ഗായത്രി, ഗുഡ് നൈറ്റ്. അച്ഛൻ്റെ കാറ് കൊള്ളാമോ? കൊള്ളാം. അച്ഛന് കാറാണോ ബൈക്കാണോ ഇഷ്ടം? ആ, അച്ഛനും ഉണ്ട് കാറ്, അച്ഛന് മാത്രമല്ല.
ട്രിപ്പായിട്ടുണ്ടല്ലേ അച്ചൂര്? നല്ല കാറ് കേട്ടോ അച്ചു. ഓ അത് ഇരിക്കാൻ പോണ ഇരുപത്. നീ അന്ന് എന്റെ അടുത്ത് 28 നിലയുടെ പറഞ്ഞത്. 28 സത്യം പറഞ്ഞാലേ 28 രൂപയ്ക്ക് ആരെങ്കിലും വാങ്ങിക്കും ആയത്രി ഇതൊക്കെ? എനിക്ക് ഫ്രണ്ടും ബാക്കും രണ്ടും കൂടെ എനിക്ക് ആയത് 20 രൂപ, 22 രൂപ, ഇത്രേ ഉള്ളു. 22 രൂപ ആയോളന്ന് എഴുന്നത്തിന്. അല്ല ഞാൻ കടം കിടക്കുന്നു. ചിരിയുമായിരുന്നല്ലോ ഗായത്രിക്ക്. കടിച്ചുപിടിച്ചിരിക്കാനാ. ഇത് പോയാ നിനക്ക് എന്തൊരിതാ പറഞ്ഞോ? പയ്യ മേടിച്ചൂടായിരുന്നു. ഇപ്പൊ എന്തിനത് മേടിച്ചത്? അത് കുഴപ്പമില്ല, എനിക്ക് പയ്യെ പയ്യെ പൈസ ഉള്ളപ്പോ കൊടുത്താൽ മതി പറഞ്ഞു. പൈസ ഇല്ലല്ലോ. നമ്മൾ പറയുന്നതൊന്നും ഒരു വിലയില്ല. വായിലാത്തോണ്ട് സച്ചിന്റെ അടുത്ത് അത് ചോദിച്ചോണ്ടിരുന്നല്ലേ, കണ്ണുള്ളത് എത്ര കണ്ണില്ലാത്ത എത്രയെന്നൊക്കെ നീ അറിഞ്ഞില്ലല്ലേ? അപ്പൊ വാങ്ങാൻ പോയായിരുന്നു. എന്തായാലും കാർ സെറ്റ് ആയല്ലേ? ഇല്ല, എനിക്ക് ഇഷ്ടായില്ല. ഒരു കലഹം കഴിഞ്ഞ് പിണങ്ങിയിരിക്കുന്ന ഗായത്രിയാണ്. പക്ഷെ അവൾ എത്ര പിണങ്ങിയാലും ചിരി വരും മുഖത്ത്. ഇങ്ങനെ ചിരിക്കലേന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി വരും. ചിരിച്ചാണ് ഗായത്രി അതായാലും ചിരി വരും. ചിരിച്ച അങ്ങനെ പറഞ്ഞാലും ചിരിക്കോ? എങ്ങനെയാണാലും ചിരിക്കും. ചിരിക്കലേന്ന് പറഞ്ഞാലാണ്. പക്ഷെ പിണങ്ങുമല്ലേ? ഓ നോക്കട്ടെ, നോക്കട്ടെ. അച്ചുക്കുട്ടിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എന്റെ കുട്ടിയാണ് അച്ചുക്കുട്ടി. അപ്പൊ ഗൈസ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ അത്ര ഓക്കെ അല്ലേ? ഇഷ്ടമായോ ഹെഡ്ലൈറ്റ്? ബ്രേക്ക് ലൈറ്റ് ഇഷ്ടമായോ? ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിൽ ഇതാ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നമ്മുടെ വണ്ടികൾ ഇതായിരിക്കുന്ന ഡ്യൂക്കും അതുപോലെ തന്നെ എക്സ്പൾസ് നമ്മളെ നോക്കൗട്ടറിൽ ഇരിക്കാൻ കേട്ടോ. അതൊന്നും കിട്ടിയിട്ടില്ല. ഡ്യൂക്ക് ഷോപ്പിലിരിക്കാം. അപ്പം എല്ലാം ഓക്കെ ആണ്. അപ്പം ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ നമ്മളെ മൂസ്റ്റാക്കിൻ്റെ ഓസ്റ്റിൻ ഫേസ് വാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ആമസോൺ ലിങ്കും ഫ്ലിപ്കാർട്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം സാധനം അടിപൊളി പ്രോഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയും ട്രാവൽ പോകുന്ന സമയത്തായാലും നിങ്ങൾക്ക് വീട്ടിലുള്ള സമയത്തായാലും നിങ്ങൾക്ക് നമ്മളെ ഫേസും കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആക്കാനും ടാനും കാര്യങ്ങളൊക്കെ ഒഴിവാനൊക്കെ അത് സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ ഗായത്രി? വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോയി. അതെ, ഞാൻ വണ്ടിയുടെ പരിപാടിയാണ് ഉദ്ദേശിച്ച. എനിക്ക് ഈ പരിപാടി അപ്പോൾ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് പൊളിക്കാൻ പോവല്ലേ? ഓക്കെ, അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ ഇനി നമ്മൾ ചെറിയൊരു RGB വർക്ക് കൂടെ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഇന്നലെയാണ് വെച്ചത്. അപ്പം ഇന്ന് തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് നമ്മൾ പൊളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് പൊളിച്ചിട്ട് ഈ ഒരു യുവിൻ്റെ അകത്ത് നമുക്ക് RGB കയറ്റാൻ പറ്റും. അപ്പം അത് കയറ്റാനായിട്ട് പോവുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കേട്ടോ. അടുത്ത വീഡിയോ മിക്കാറ് നമ്മൾ RGB അതിൻ്റെ അകത്ത് കയറ്റുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് നമ്മുടെ ഷോപ്പിൽ തന്നെ കൊടുത്ത് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് അടിപൊളിയാവൂലേ? അപ്പം സെറ്റ് ആവുമായിരിക്കും അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ.